മുളകൊന്ന് പൊട്ടിക്കണം ആദ്യം, പൊട്ടിച്ചിട്ട് കഴിക്കണം. എരിഞ്ഞ് മുളക്കുന്ന ഇവിടെയൊക്കെ. ഹായ് ഗൈസ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിന്ന് പോകാൻ പോകുന്നത് പഴങ്കഞ്ഞി കഴിക്കാൻ, പഴങ്കഞ്ഞി കഴിക്കാനാണ്. നല്ല അടിപൊളി പഴങ്കഞ്ഞി അടിയാണ് ഇന്നത്തെ ദിവസം പരിപാടി. പഴങ്കഞ്ഞി അടിക്കുക, പഴങ്കഞ്ഞി കഴിക്കുക. അതെ, നമ്മളൊരു പഴങ്കഞ്ഞി കുടിക്കുക. നമ്മുടെ വീടിന്റെ അടുത്തൊരു പുള്ളിക്കാരനുണ്ട് കേട്ടോ, സ്വാമി എന്ന് പറഞ്ഞ്. എന്റെ എല്ലാ പരിപാടിക്കും കൂട്ടിവെക്കുന്നേ. ഇന്ന് സ്വാമിയും കൂടി നമ്മുടെ കൂടെ ഉണ്ട്. സ്വാമി നേരെ ചെന്ന് പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് നേരെ പോയി പഴങ്കഞ്ഞി അടിച്ചിട്ട് വീട്ടിൽ പോകണം. പഴങ്കഞ്ഞി കഴിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. മാസം കൂടി പോയോ? സ്വാമിയുടെ വീട് എത്താറായെന്ന് തോന്നുന്നു. അതെ, സ്വാമി ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കും. സ്വാമിനെ പോയി പിക്ക് ചെയ്യാം, പിക്ക് ചെയ്യാം. ആ സ്വാമി അവിടെ കാത്തു നിൽക്കുന്നു. സ്വാമി പാപ്പട്ട നേരത്തെ തൊട്ട് ഇറങ്ങി നിൽക്കുക. സ്വാമിയെ ശരണയ്യപ്പ. സ്വാമി അന്നം വീട്ടിരിക്കുന്നു, ഞാൻ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നു. സ്വാമി റെക്കോർഡിംഗ് ആണേ, വ്ലോഗാണ്. നടുക്കന്നിരുന്നോ നല്ല രസമുള്ള സ്വാമി. നടുക്കിരുന്നോ? സ്വാമി കണ്ണാടി കൊണ്ട് ഞെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാമി വെൽക്കം ചെയ്യും അല്ലേ? സ്വാമി എന്താ സ്വാമി ഒന്നും മിണ്ടാത്തെ? സ്വാമി എന്തെങ്കിലും സ്വാമി എന്നെ കണ്ട് ബോധം കെട്ടിരിക്കുക. സ്വാമി സംസാരിച്ചാലേ കണ്ടന്റ് ആവത്തുള്ളൂ. സ്വാമി എന്റെ മുഖം നോക്കിയിട്ട് പരിചയമില്ലാത്ത സാധനങ്ങൾ കണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് ഇക്കാക്ക് ഞാൻ കൊടുത്ത ക്ലാസ് ആയിരുന്നേ. അപ്പൊ സംഭവം ഇക്കിച്ചിപ്പോ അങ്ങനെ വെക്കോ. ഇക്കിച്ചിപ്പോ ഇതാ അടുത്ത് വെക്കുന്നത്. മറ്റേത് ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് വണ്ടിയിൽ പോകാൻ വേണ്ടി നല്ല സുഖം. ഈ സ്വാമി ശരിക്കും സ്വാമിയാണോ? സ്വാമിയെ എന്താ സ്വാമി കാണിക്കല്ലേ? സ്വാമി വയറിലാവാനുള്ളതാ. പക്ഷെ യഥാർത്ഥ പേര്, ഒറിജിനൽ നെയിം എന്താ? ഷിർഷാദ് എന്നാണ്. അങ്ങനെ നമ്മുടെ പഴങ്കഞ്ഞി കട എത്തി. റൈറ്റ് സൈഡിൽ കാണുന്ന ഉപ്പും മുളകും പഴങ്കഞ്ഞി കട. അവിടെ പാർക്കിംഗ് ഭാഗ്യം, നല്ല തിരക്കുണ്ട്. അങ്ങനെ പഴങ്കഞ്ഞി കൊണ്ട് മുമ്പിൽ വെച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. കൂടെ അയില മീനും ചമ്മന്തിയും കപ്പയും അച്ചാറും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. മുളകൊന്ന് പൊട്ടിക്കണം ആദ്യം, പൊട്ടിച്ചിട്ട് കഴിക്കണം. എരിഞ്ഞ് മുളക്കുന്ന ഇവിടെയൊക്കെ. ഞാൻ പറഞ്ഞ പൊട്ടിക്കരുതെന്ന്. വലിയ കച്ചവടം. മീനൊക്കെ അടിപൊളിയാണ്, അടിപൊളിയായിരുന്നു മീനൊക്കെ. നമ്മുടെ മീൻ ചമ്മന്തി ഉണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ ഇവിടെ മീൻ ചമ്മന്തി, പപ്പടം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ചാറ് എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല, തിന്നുന്ന കാര്യം മാത്രം. ഈ മുളക് പൊട്ടുന്നില്ല. പൊട്ടിക്കണോ? പൊട്ടിച്ചാ കണ്ണീ നിറക്കില്ലേ? എന്ത് മുളക് പൊട്ടുന്നില്ലല്ലേ? ആ പൊട്ടിച്ച് വേണ്ട മതി. നമുക്ക് മീനുണ്ടോ? ആ ബാഗ് ഇരിക്കുന്നു. ഇത് നിറച്ച് വെള്ളം ഉണ്ടെങ്കിലും സൂപ്പറായിരുന്നു. സ്വാമിയുടെ വായിൽ മുളക് കയറിപ്പോ. ഒരുപാട് നെക്കി പിടിച്ചാൽ കഴിക്കാൻ പറ്റുന്നില്ല. ടച്ചിങ്സ് കഴിക്കുന്നുണ്ട്. ഇതുണ്ട് ചുമന്ന കളറ്, ഇല്ല റോസ് കളറ്. അത് ബീട്രൂട്ട് ഇടുന്നു. ഫുഡ് ഉഗ്രം അടിപൊളി. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഇട്ടാൽ നെക്കി പൊട്ടിച്ചപ്പോൾ കഴിയാൻ പോയി. ഓക്കെ ആണോ? റൈസ് അൺലിമിറ്റഡ്, എത്ര വേണമെങ്കിലും ഉള്ളത് തീർക്കണ്ടേ? അയ്യോ